നമസ്കാരം. അഹങ്കാരത്തോടെ അട്ടഹസിച്ചതൊക്കെ വിഴുങ്ങേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ബി.ജെ.പി നേതാക്കൾ. തങ്ങൾ 400-ലധികം സീറ്റ് നേടി അധികാരത്തിൽ വരും, ആ ഭൂരിപക്ഷം ഉപയോഗിച്ച് ഭരണഘടന തന്നെ മാറ്റിയെഴുതുമെന്നൊക്കെ വലിയ വായിൽ തള്ളിയത് തിരിച്ചടിക്കുമെന്നായതോടെ നേതാക്കൾ ഓരോരുത്തരായി യു ടേൺ തുടങ്ങിയിരിക്കുകയാണ്. അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുകയോ സംവരണം അവസാനിപ്പിക്കുകയോ ചെയ്യില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആവർത്തിച്ചു പറയേണ്ട സ്ഥിതിയിലെത്തിയിരിക്കുകയാണ്. ബി.ജെ.പി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ SC/ST OBC സംവരണം ഇല്ലാതാക്കില്ല എന്നൊക്കെ പറയേണ്ട ഗതികേടിലാണ് നേരത്തെ ആരംഭിച്ച അഹങ്കാര പ്രചാരണം അവരെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. ഭരണഘടന മാറ്റാൻ ബി.ജെ.പി ഉദ്ദേശിക്കുന്നുവെന്ന വിശ്വാസം പിന്നാക്ക വിഭാഗങ്ങളിൽ വേരുപിടിക്കുന്നുവെന്ന ചിന്തയാണ് ബി.ജെ.പിയെ വെട്ടിലാക്കിയത്. 2009 മുതൽ ക്രമാനുഗതമായി OBC വോട്ടുകൾ വർദ്ധിച്ചതിന്റെ ഫലമാണ് ബി.ജെ.പി നേടിയ തുടർച്ചയായ വിജയം എന്ന് നേരത്തെ വിലയിരുത്തപ്പെട്ടതാണ്. OBC വോട്ടുകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം നേടിയെടുക്കുന്നതിൽ ബി.ജെ.പി എങ്ങനെ വിജയിച്ചുവെന്ന് CSDS കണക്കുകൾ പറയുന്നത് ഇപ്രകാരമാണ്. 2009 OBC വോട്ടിന്റെ 17% നിന്ന് 2019 OBC വോട്ട് വിഹിതത്തിന്റെ ഏതാണ്ട് 47% ബി.ജെ.പിക്ക് നേടാനായി. എന്നാൽ 400+ സീറ്റുമായി അധികാരത്തിൽ തിരിച്ചെത്തിയാൽ സംവരണം ഇല്ലാതാക്കാൻ മടിച്ചേക്കില്ലെന്ന് അവർ സംശയിക്കുന്ന പക്ഷം ഈ വിഹിതം ഗണ്യമായി കുറയുമെന്ന ആശങ്കയാണ് ബി.ജെ.പി നേതാക്കളെ സമ്മർദ്ദത്തിലാക്കുന്നത്. ബി.ജെ.പി നേതാക്കൾ രാജ്യത്തുടനീളം ഭരണഘടന മാറ്റാൻ വേണ്ട 400-ലധികം സീറ്റുകൾ ആവശ്യപ്പെട്ട് പ്രചാരണം നടത്തിയിരുന്നു. ബി.ജെ.പിക്ക് കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചാൽ സംവരണം ഇല്ലാതാകുമെന്ന ആശങ്ക ബി.ജെ.പിക്കൊപ്പമുള്ള ദളിത് ഗോത്ര OBC അനുയായികൾക്കിടയിൽ പ്രചരിച്ചതോടെ 400-ന് മുകളിൽ എന്ന തരത്തിലുള്ള എല്ലാ അവകാശവാദങ്ങളും അപ്രത്യക്ഷമായിരിക്കുകയാണ്. 400+ എന്ന പ്രചാരണത്തിന് തുടക്കമിട്ടത് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ ചെയർമാൻ ബിബേക് ദബ്രോയ് ആണ്. ഭേദഗതികൾ ചെയ്യലല്ല, അവ്യക്തതയ്ക്ക് ഇടം നൽകാത്ത ഒരു പുതിയ ഭരണഘടന തന്നെ ഉണ്ടാക്കും എന്നാണ് ദബ്രോയ് തന്റെ ലേഖനത്തിൽ പറഞ്ഞത്. മോദിയുമായി വളരെ അടുത്ത ഒരാളിൽ നിന്നും ഇത്തരം പരാമർശം വരുന്നത് ബി.ജെ.പിയുടെ ഉള്ളിലിരിപ്പിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അതേസമയം കർണാടകയിൽ നിന്നുള്ള MP അനന്ത് കുമാർ ഹെഗ്ഡെ ഭരണഘടനാ ഭേദഗതിക്ക് 400-ലധികം സീറ്റ് എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചു. സംഘപരിവാറുമായി ഏറ്റവും അടുപ്പമുള്ള ഹെഗ്ഡെയെ പോലൊരാൾ സംസാരിക്കുന്നത് ബി.ജെ.പി നീക്കത്തെ ഒന്നുകൂടി വ്യക്തമാക്കി. അതിനുശേഷം ആഴ്ചകൾ കഴിഞ്ഞ് അടുത്തിടെ ബി.ജെ.പിയിലെത്തിയ ജ്യോതി മിർദയും ഭരണഘടന മാറ്റാൻ 400-ലധികം സീറ്റ് എന്ന ആവശ്യം ആവർത്തിച്ചു. ഇതേ ആവശ്യം ഉന്നയിച്ച മറ്റൊരാൾ ഫൈസാബാദിൽ നിന്ന് 2 തവണ MP-യും അയോധ്യയിൽ നിന്നുള്ള ദീർഘകാല MLA-യുമായിരുന്ന ലല്ലു സിംഗ് ആണ്. പുതിയ ഭരണഘടന മാറ്റുന്നതിനോ ഉണ്ടാക്കുന്നതിനോ 2/3 ഭൂരിപക്ഷം ആവശ്യമാണെന്നായിരുന്നു ലല്ലു സിംഗ് നടത്തിയ പ്രസംഗം. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തിയ മൂന്നാമത്തെ ബി.ജെ.പി നേതാവാണ് ലല്ലു സിംഗ്. മീററ്റിൽ നിന്നുള്ള ബി.ജെ.പി സ്ഥാനാർത്ഥിയും രാമായണം സീരിയലിലെ രാമനുമായ നടൻ അരുൺ ഗോവിൽ കാലത്തിനനുസരിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അതിൽ ഒരു ദോഷവുമില്ല എന്നും ഇതേ സമയം വാദിച്ചു. ഭരണഘടനയെക്കുറിച്ചുള്ള RSSന്റെയും ബി.ജെ.പിയുടെയും ട്രാക്ക് റെക്കോർഡ് ഇവരുടെ വാദങ്ങളെ ചരിത്രപരമായി ശരിവെക്കുന്നുണ്ടെന്നതാണ് ഏറ്റവും പ്രധാനം. 1949 ജൂലൈയിൽ RSS മുഖപത്രമായ ഓർഗനൈസർ പ്രസിദ്ധീകരണം ആരംഭിച്ച് 4 മാസങ്ങൾക്ക് ശേഷം ആ വർഷം നവംബർ 30 അതിന്റെ ലക്കത്തിൽ ഭരണഘടനയെക്കുറിച്ച് അവ്യക്തതയൊന്നും അവശേഷിപ്പിക്കാതെ പ്രസ്താവിച്ചത് ഇപ്രകാരമാണ്: ഭാരതത്തിന്റെ പുതിയ ഭരണഘടനയിലെ ഏറ്റവും മോശം കാര്യം അതിൽ ഭാരതീയമായി ഒന്നുമില്ല എന്നതാണ്. ഭരണഘടനയുടെ ഡ്രാഫ്റ്റർമാർ അതിൽ ബ്രിട്ടീഷ്, അമേരിക്കൻ, കനേഡിയൻ, സ്വിസ്, മറ്റ് ഭരണഘടനകളുടെ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിൽ പുരാതന ഭാരതീയ ഭരണഘടനാ നിയമങ്ങൾ, സ്ഥാപനങ്ങൾ, നാമകരണം, പദാവലി എന്നിവയുടെ ഒരു അംശവും ഇല്ല. നമ്മുടെ ഭരണഘടനയിൽ പ്രാചീന ഭാരതത്തിന്റെ അതുല്യമായ ഭരണഘടനാ വികാസത്തെക്കുറിച്ച് പരാമർശമില്ല. ലോകത്ത് പലരും പ്രശംസിച്ച മനുവിന്റെ നിയമങ്ങൾ അഥവാ മനുസ്മൃതി നമ്മുടെ ഭരണഘടനാ പണ്ഡിതന്മാർ മുഖവിലക്കെടുത്തിയിട്ടില്ല. പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ നിലഞ്ജൻ മുഖോപാധ്യായ എഴുതിയ ഓർഗനൈസറിലെ ലേഖനത്തെ ശരിവെച്ചുകൊണ്ട് VD സവർക്കർ ദീർഘമായ മറ്റൊരു ലേഖനം എഴുതി. നമ്മുടെ ഹൈന്ദവ രാഷ്ട്രത്തിന് വേദങ്ങൾക്കു ശേഷം ഏറ്റവും ആരാധനായോഗ്യമായതും പുരാതന കാലം മുതൽ നമ്മുടെ സംസ്കാരത്തിന്റെയും ആചാരങ്ങളുടെയും ചിന്തകളുടെയും പ്രയോഗത്തിന്റെയും അടിസ്ഥാനമായി മാറിയതുമായ ഗ്രന്ഥമാണ് മനുസ്മൃതി. ഈ പുസ്തകം നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്തിന്റെ ആത്മീയവും ദൈവികവുമായ യാത്രയെ ക്രോഡീകരിച്ചു. ഇന്നും കോടിക്കണക്കിന് ഹിന്ദുക്കൾ അവരുടെ ജീവിതത്തിലും പ്രയോഗത്തിലും പിന്തുടരുന്ന നിയമങ്ങൾ മനുസ്മൃതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇന്ന് മനുസ്മൃതി ഹിന്ദു നിയമമാണ് എന്നൊക്കെയാണ് സവർക്കർ തന്റെ ലേഖനത്തിൽ വ്യക്തമാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയേക്കാൾ മനുസ്മൃതിക്ക് പ്രാമുഖ്യം നൽകുന്നത് സംഘത്തിന്റെ ദീർഘകാല വിശ്വാസമാണ് എന്ന കാര്യം ഇതിൽ നിന്നൊക്കെ വ്യക്തമാണല്ലോ.
BJPക്ക് വീണ്ടും 400-ലധികം സീറ്റുമായി അധികാരത്തിലെത്താൻ കഴിഞ്ഞാൽ അവർ അവരുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളിലേക്ക് മടങ്ങുമെന്നത് അതുകൊണ്ട് തന്നെ OBC-കളെയും ദളിതരെയും ആദിവാസികളെയും ഉത്കണ്ഠാകുലരാക്കുന്നുണ്ട്. 2015 RSS മുഖപത്രമായ പാഞ്ചജന്യയിൽ നൽകിയ അഭിമുഖത്തിൽ സംവരണം പുനഃപരിശോധിക്കണമെന്ന് RSS മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞിരുന്നതും അവർ ചേർത്തു വായിക്കുന്നുണ്ട്. BJPക്ക് 400-ലധികം സീറ്റ് നേടാനായാൽ അവർ ഭരണഘടന മാറ്റുകയും അതിന്റെ ഭാഗമായി തങ്ങൾ അനുഭവിക്കുന്ന സംവരണം തന്നെ ഇല്ലാതാകുമെന്നുമുള്ള ചർച്ചകൾ ഉയർന്നു വന്നതോടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കൂട്ടമായി തങ്ങൾക്കൊപ്പം നിന്ന OBC ദളിത് വോട്ടുകൾ കൈവിട്ടു പോകും എന്ന യാഥാർത്ഥ്യം BJPയെ അങ്കലാപ്പിലാക്കിയതിന്റെ സൂചനയാണ് 400-ലധികം എന്ന് പറയേണ്ട എന്ന് തീരുമാനിച്ചതിന് പിന്നിലുള്ളത്. ജാതി സെൻസസ് ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് നടത്തുന്ന പ്രചാരണവും BJP നേതാക്കളുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. സംവരണം ഇല്ലാതാക്കും എന്ന തരത്തിൽ തന്റെ പേരിൽ ഇറങ്ങിയ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ കേസെടുക്കാൻ അമിത്ഷാ നിർദ്ദേശം നൽകിയത് ഈ അങ്കലാപ്പ് ഒന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോൾ സംവരണം കൂടുതൽ ചർച്ചയാകാതിരിക്കാൻ തന്നെയാണ് BJP ആഗ്രഹിക്കുന്നത്. വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണാം.